ബിഗ് ബോസ് മലയാളം സീസൺ 7-ൽ നിന്നും പുറത്തു വന്നതിന് ശേഷം വലിയ തിരക്കുകളിലാണ് രേണുസുതി. വളരെ നെഗറ്റീവ് ഇമേജുമായിട്ടാണ് രേണുസുതി ബിഗ് ബോസിലേക്ക് മത്സരാർത്ഥിയായി പോകുന്നത്. വ്യക്തിപരമായ പല കാര്യങ്ങളുടെയും പേരിൽ രൂക്ഷമായ സൈബർ ആക്രമണം രേണുസുതി നേരിട്ടിരുന്നു. ബിഗ് ബോസിൽ എത്തിയ ശേഷം പ്രതീക്ഷിച്ചത് പോലുള്ള പ്രകടനം കാഴ്ചവെക്കാൻ രേണുസുതിക്ക് സാധിച്ചില്ല. വിഷയങ്ങളിൽ ഇടപെട്ട് സംസാരിക്കുകയോ ഗെയിമുകൾ ആക്റ്റീവായി പങ്കെടുക്കുകയോ ചെയ്യാറില്ല. പലപ്പോഴും ബിഗ് ബോസ് ഹൗസിൽ രേണുസുതി ഉണ്ടോ എന്ന് പോലും സംശയിക്കേണ്ട അവസ്ഥയിലായിരുന്നു. അതിനിടെ പലതവണ തനിക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്നും വീട്ടിലേക്ക് പോകണമെന്നും രേണുസുതി ആവശ്യപ്പെട്ടിരുന്നു. ഇത് പരിഗണിച്ചാണ് രേണുവിനെ ബിഗ് ബോസ് വീട്ടിലേക്ക് അയച്ചത്. അതേസമയം ഹൗസിലുള്ള പലരെക്കാളും വോട്ടും പിന്തുണയും രേണുസുതിക്ക് ഉണ്ടായിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. എന്തായാലും പുറത്തു വന്നത് ശേഷം ആൽബം ഷൂട്ടുകളുമായി രേണുസുതി തിരക്കിലാണ്. അതിനിടെ രേണു ദുബായിലേക്ക് പറക്കാനുള്ള ഒരുക്കത്തിലുമാണ്. ബിഗ് ബോസിന് ശേഷം ആദ്യത്തെ ആൽബം ഷൂട്ടിന് രേണു എത്തിയത് ധാവണി ഉടുത്തും കൊല്ലം സുധിയുടെ റെയ്ബാൻ കണ്ണാടി ധരിച്ചുമാണ്. സുധി വിദേശത്ത് പോയി വരുമ്പോൾ വാങ്ങിയതാണെന്നും തനിക്ക് തന്നതാണെന്നും രേണു പറയുന്നു. ബിഗ് ബോസിൽ പിന്തുണച്ച പ്രേക്ഷകർക്ക് ഒരുപാട് നന്ദിയും സ്നേഹവും. ഇറങ്ങിപ്പോയപ്പോൾ എല്ലാവരും പറഞ്ഞു ഞങ്ങളൊക്കെ വോട്ട് ചെയ്തുവെന്ന്. എനിക്കെന്റെ ആരോഗ്യം ഓക്കെ അല്ലായിരുന്നു. 25-ാം തീയതി ദുബായിലേക്ക് പോവുകയാണ്. 15 ദിവസം അവിടെ ഉണ്ടാകും. തന്നെ ഇഷ്ടപ്പെടുന്ന പ്രവാസികൾക്കൊക്കെ അവിടെ വന്ന് കാണാം. പാപ്പിലോൺ എന്ന റെസ്റ്റോറൻറ്റിൻ്റെ പരിപാടിക്കായിട്ടാണ് പോകുന്നത്. ദെയ്റ എന്ന സ്ഥലത്താണത്. ആദ്യത്തെ ഇൻ്റർനാഷണൽ ട്രിപ്പാണിത്. ഇനിയും ഉണ്ടാകാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. ഇപ്പോഴും വിമാനത്തിൽ കയറാൻ പേടിയാണ്. ലാൻഡ് ചെയ്യുമ്പോഴാണ് പേടി. ബിഗ് ബോസിലേക്ക് ലാലേട്ടൻ്റെ കൈപിടിച്ച് കയറി. ലാലേട്ടൻ്റെ കൈപിടിച്ച് തന്നെ ഇറങ്ങി. അദ്ദേഹത്തെ പോലൊരു ലെജൻഡ് നമ്മുടെ പേര് ചൊല്ലി വിളിക്കുക എന്നൊക്കെ തന്നെ ഏറ്റവും വലിയ ഭാഗ്യമായി കരുതുന്നു. വിവാദമായ വോട്ട് ചോദിക്കൽ വീഡിയോ കസിൻ പറഞ്ഞിട്ട് ചെയ്തതായിരുന്നു. പോകുന്ന അന്നായിരുന്നു വീഡിയോ ചെയ്തത്.